ഇറാനെ തകർക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം ആഗോളതലത്തിൽ വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചത്. ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലാണോ എന്ന് ഭയപ്പെട്ട നിമിഷങ്ങൾ. എന്നാൽ സർവനാശത്തിന്റെ വെളിപ്പാട് അകലെ വെച്ച് ട്രംപ് തന്റെ നിലപാട് തിരുത്തി വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് വലിയൊരു നയതന്ത്ര വഴിത്തിരിവായി. അതെ, ലോകം മുഴുവൻ മുൾമുനയിലായ മണിക്കൂറുകളായിരുന്നു അത്. മണിക്കൂറുകൾക്ക് ശേഷം ട്രംപ് വീണ്ടും എത്തി. ഇന്ന് രാത്രിയോടെ ഇറാന്റെ അവസാനം എന്ന് വ്യക്തമാക്കിയതോടുകൂടിയാണ് പലരും ആശങ്കയുടെ മുൾമുനയിൽ എത്തിയത്. മറ്റൊരു യുദ്ധത്തിലേക്കാണോ ഇത് വഴിമാറുന്നതെന്നായിരുന്നു ചർച്ചകൾ. എന്നാൽ ആശങ്കകൾക്ക് വിരാമമിട്ടാണ് ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. US സമയം വൈകിട്ട് 6:32 ഇറാനുമായി 2 ആഴ്ചത്തെ വെടിനിർത്തൽ എന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തത്. എന്താണ് ഇറാൻ US നൽകിയ ആ 10 ആവശ്യങ്ങൾ എന്ന് ചോദിച്ചാൽ അതിൽ ആദ്യത്തേത് യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുക, കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് US ഉറപ്പ് നൽകുക എന്നതാണ്. രണ്ടാമത്തേത് ഇറാഖ്, ലബനൻ, യമൻ തുടങ്ങിയ എല്ലായിടങ്ങളിലെയും യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക. 3 ഹോർമോസ് കടലിടുക്ക് തുറക്കുക. കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാൻ തുടരും. കടലിടുക്കിലെ നാവികരുടെ സ്വാതന്ത്ര്യത്തിനും സുരക്ഷയ്ക്കും ഉറപ്പ് നൽകുന്ന പ്രോട്ടോകോളും വ്യവസ്ഥകളും സ്ഥാപിക്കുക. 4ാമത്തേതിലേക്ക് വന്നാൽ യുദ്ധത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക. 5ാമത്തേത് US കൈവശം വെച്ചിരിക്കുന്ന ഇറാനിയൻ ഫണ്ടുകളും മരവിച്ച സ്വത്തുകളും മോചിപ്പിക്കുക. 6 ആണവോർജ്ജം വർദ്ധിപ്പിക്കാനുള്ള ഇറാന്റെ അവകാശങ്ങൾ അംഗീകരിക്കണം. 7 ഇറാനും ഇറാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും പൗരന്മാർക്കും US ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ നീക്കുക. 8ാമത്തേത് US സൈനികരെ പിൻവലിക്കുക. 9 ഐക്യരാഷ്ട്രസഭയിൽ ഇറാനെതിരെയുള്ള എല്ലാ പ്രമേയങ്ങളും റദ്ദാക്കുക. 10ാമത്തേത് ഇറാനെതിരായ രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ എല്ലാ പ്രമേയങ്ങളും റദ്ദാക്കുക. 10 ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും അതിൽ എത്രത്തോളം അനുകൂലമായ തീരുമാനം US എടുക്കുമെന്നതിൽ ഇനിയും വ്യക്തതയില്ല. വെള്ളിയാഴ്ച ഇസ്ലാമാബാദിൽ നടക്കുന്ന US ഇറാൻ ചർച്ചകളാണ് സമാധാനമോ അതോ വീണ്ടും യുദ്ധമോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുക. ഈ ചർച്ചയാണ് ഇനി എല്ലാത്തിനും ഉത്തരം നൽകേണ്ടതും. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാലേ യുദ്ധം നിർത്തൂ എന്ന സൂചനയാണ് ഇറാൻ നൽകുന്നത്. അതാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വന്ന ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിയുടെ വാക്കുകളിലും പ്രകടമാകുന്നത്. വെടിനിർത്തലിന് സൈനികർക്ക് നിർദ്ദേശം നൽകിയ അദ്ദേഹം പക്ഷേ ഇത് യുദ്ധത്തിന്റെ അവസാനമല്ലെന്നാണ് വ്യക്തമാക്കിയത്. ഇറാൻ മുന്നോട്ട് വെച്ച 10 ആവശ്യങ്ങൾ പരിശോധിച്ചാൽ അതിൽ രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായി സാമ്പത്തിക നിലനിൽപ്പിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. US കൈവശം വെച്ചിരിക്കുന്ന ഇറാനിയൻ ഫണ്ടുകൾ മോചിപ്പിക്കുക, ഉപരോധങ്ങൾ നീക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഇറാന്റെ തകർന്നഴിഞ്ഞ സമ്പദ് വ്യവസ്ഥയെ വീണ്ടെടുക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. ട്രംപ് ഭരണകൂടം ഈ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് സമ്മതിച്ചത് ലോകവിപണിയിലെ എണ്ണവിലയും ഹോർമോസ് കടലിടുക്കിലെ ഗതാഗത സുരക്ഷയും കണക്കിലെടുത്താണ്. 2 ശക്തികൾ തമ്മിലുള്ള ഈ വിലപേശൽ വെറുമൊരു വെടിനിർത്തൽ അല്ല, മറിച്ച് തന്ത്രപരമായ ഒരു സാമ്പത്തിക പുനഃക്രമീകരണം കൂടിയാണെന്ന് പറയേണ്ടി വരും. ഔദ്യോഗികമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും ഗ്രൗണ്ട് ലെവലിൽ ഇപ്പോഴും മിസൈലുകളും ഡ്രോണുകളും ഉയർത്തുന്ന ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേലിന് നേരെയുണ്ടായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുന്ന സ്ഫോടന ശബ്ദങ്ങളും സൂചിപ്പിക്കുന്നത് ഈ സന്ധി എത്രത്തോളം ദുർബലമാണ് എന്നതുകൂടിയാണ്. മുജ്തബ ഖമനേയിയുടെ വാക്കുകളിൽ പ്രകടമായതുപോലെ ഇതൊരു പൂർണ്ണമായ യുദ്ധാവസാനമല്ല. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇപ്പോൾ കാണുന്ന ഈ ശാന്തത അതിഭീകരമായ ഒരു തിരിച്ചടിയിലേക്ക് മാറാൻ അധിക സമയം വേണ്ടി വരില്ല. അവസാനിക്കാത്ത പോരാട്ടങ്ങളുടെ മണ്ണിൽ ഇസ്ലാമാബാദ് ചർച്ചകൾ ഒരു പരീക്ഷണശാലയായി മാറുകയാണ്. ഇറാന്റെ 10 ആവശ്യങ്ങളിൽ എത്രത്തോളം വിട്ടുവീഴ്ച ചെയ്യാൻ അമേരിക്ക തയ്യാറാകും എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയുടെ വിധി. യുദ്ധത്തിന് താൽക്കാലിക വിരാമം ഇട്ടുവെങ്കിലും സ്ഫോടനങ്ങളുടെ പുകപടലങ്ങൾ ഇപ്പോഴും പൂർണ്ണമായി കെട്ടടങ്ങിയിട്ടില്ല. ലോകം ഇപ്പോൾ നിൽക്കുന്നത് സമാധാനത്തിന്റെ പുതിയൊരു പ്രഭാതത്തിലാണോ അതോ കൂടുതൽ രൂക്ഷമായ ഒരു പോരാട്ടത്തിന്റെ ഇടവേളയിലാണോ എന്ന് കാലം തെളിയിക്കും. നിഴൽ യുദ്ധങ്ങൾ നിലയ്ക്കാതെ നിൽക്കുമ്പോൾ വരാനിരിക്കുന്ന 2 ആഴ്ചകൾ മാനവരാശിയുടെ സ്വൈരജീവിതത്തിന് ഏറ്റവും നിർണായകമായ സമയമായിരിക്കും. പരിഭ്രാന്തി ഒഴിയാത്ത ചക്രവാളത്തിൽ സമാധാനത്തിന്റെ ഒരു വെള്ളരിപ്രാവിനെ തിരയുകയാണ് ഇന്ന് ലോകം. ഇറാന്റെ കാര്യത്തിൽ അമേരിക്ക എടുക്കുന്ന ഏതൊരു തീരുമാനവും ലോകത്തിന് ഏറെ നിർണായകമായിരിക്കും.